എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോടാ നമ്മളിപ്പോൾ അത്യാവശ്യം കുറച്ച് പേഷ്യൻസൊക്കെ കുറവുള്ള ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രാക്ടിക്കൽ നോളജ് വേണ്ടുന്ന ഒരു ഫീൽഡല്ലേടാ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് തിയറി അതെങ്ങനെയാണ് അതെങ്ങനെയാണ് എന്ന് പഠിച്ചാലും നമ്മൾ പേഷ്യൻസിനെ കണ്ടാലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഭൂരിഭാഗം പേരും കുറേയധികം ആളുകളും HS ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് ഒരു വർഷം ഒരു ജനറൽ പ്രാക്ടീഷണറായിട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഏതെങ്കിലും നല്ല ഡോക്ടേഴ്സിൻ്റെ താഴെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്കൊരു ജനറലായിട്ടുള്ളൊരു നോളജ് കിട്ടാനാണ്. ഇപ്പം സപ്പോസ് ഇപ്പോൾ ഞാൻ ചെന്ന് ഒരു ഒഫ്താൽമോളജി എടുത്തെന്ന് വെച്ചോ, PG, അതായത് ഡയറക്റ്റായിട്ട് MBBS കഴിഞ്ഞ് എന്താണ് എൻട്രൻസ് എഴുതി കിട്ടിയ ഒരു PG ഒഫ്താൽമോളജി എടുത്തെന്ന് വെച്ചോ, എനിക്ക് പിന്നെ ആ ഒരു ഒഫ്താൽമോളജി ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ഒരു അറിവ് കാണത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൊല്ലം ജനറൽ പ്രാക്ടീഷണറായിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ HS ചേച്ചിമാരായാലും നമ്മളെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാം നമ്മുടെ ഫുൾ ബോഡിയെ പറ്റി ഒരു നോളജ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അന്നേരം ഒന്ന് ഏജ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഞാനെന്ന് പറയുന്നത് എനിക്കിപ്പോൾ 22 ഇയേഴ്സാണ് കേട്ടോ. എൻ്റെ 17th നവംബറാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ